ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ പശുക്കൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും സുഖം തന്നെ. നല്ല ചൂടാണ്, എന്നാലും ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ നനച്ചു കൊടുത്ത് ആർക്കും വലിയ അസുഖങ്ങളൊന്നും ഇല്ലാതെ പോകുന്നുണ്ട്. നമ്മുടെ കുഞ്ഞാറ്റ 7 മാസം ഗർഭിണിയാണ്. അപ്പോൾ അവളെ അഴിച്ച് താഴത്തേക്ക് കെട്ടാൻ വേണ്ടി, അവൾ മുകളിലത്തെ തൊഴുത്തിലായിരുന്നു, അഴിച്ച് കെട്ടാൻ വേണ്ടി നമ്മളെല്ലാ പശുക്കളെയും, നമ്മുടെ തൊഴുത്തിൻ്റെ ഒരു നെഗറ്റീവ് അതാണ്, ഒരു പശുവിനെ അഴിക്കണമെങ്കിൽ എല്ലാ പശുക്കളെയും അഴിക്കണം. അപ്പോൾ നമ്മുടെ കുഞ്ഞാറ്റ ഗർഭിണി ആയതുകൊണ്ട് തന്നെ അവളെ താഴത്തെ അഴിച്ച് കെട്ടി അവൾക്കൊന്ന് സുഖമായിട്ട് കിടക്കാനൊക്കെ സൗകര്യത്തിനായിട്ട് താഴത്തെ തൊഴുത്തിലേക്ക് അഴിച്ച് കെട്ടാൻ വേണ്ടി എല്ലാവരെയും പുറത്തേക്ക് അഴിച്ച് കെട്ടി. മിക്കവരും പറയാറുണ്ട്, വീഡിയോ കാണുന്നവർ, എല്ലാ പശുക്കളെയും ഒന്ന് അഴിച്ച് കെട്ടുന്ന വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ നമുക്ക് ചേട്ടനൊരു കാലുവേദനയും തണ്ടൽ വേദനയും ഒക്കെ ഉള്ളത് കൊണ്ടാണ് അത് ചെയ്യാതിരുന്നത്. ഇതാണ് നമ്മുടെ വലിയോള്, ഗിർ ക്രോസ് പശുവാണ്. അപ്പോൾ എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സിനൊന്നും അത്ര പരിചയം ഉണ്ടാവില്ല, പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. പ്രസവിച്ചിട്ടിപ്പോൾ 5 മാസമായി. ഇനിയിപ്പോൾ കുത്തിവയ്ക്കാൻ തുടങ്ങണം. കഴിഞ്ഞ പ്രസവം കഴിഞ്ഞിട്ട് നമ്മൾ കുറേ പ്രാവശ്യം കുത്തിവെച്ചിട്ടാണ് ഗർഭിണിയായത്. ഗീർ കുട്ടിയാണ് ഉണ്ടായത്. മൂരിക്കോട്ടനായി പോയി ഒരു പശുക്കുട്ടീനെ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അവൻ്റെ ഈ തുള്ളിച്ചാടി അമ്മേരെ പാല് കുടിക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ കുറേ നാളായിട്ട് പാല് കുടിപ്പിക്കലൊന്നുമില്ല. 3 മാസം വരെയാണ് നമ്മൾ പാല് കുടിപ്പിക്കാറുള്ളൂ. അവൾ ചവിട്ടുകയാണ് അവനടുത്ത് ചെല്ലുമ്പോൾ. അപ്പോൾ അതേ നമ്മുടെ അമ്മുക്കുട്ടി ഓടി വന്നു. അവളെ കിട്ടിയിട്ടില്ല. അവൾ നമ്മുടെ കിങ്ങിണി മോളുടെ മോളാണ്. പ്രസവിച്ചപ്പോൾ കുഞ്ഞൊരു പശുക്കുട്ടിയായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് തന്നെ ആൾ വലുതായി. നല്ല പോലെ പാല് കറന്നെടുത്താലും അമ്മ ഒരു 1.5 ലിറ്റർ പാൽ അവൾക്കായിട്ട് മാറ്റി വയ്ക്കും. ആ പാല് കുടിച്ചിട്ടാന്ന് തോന്നുന്നു പെട്ടെന്ന് തന്നെ അവൾ നല്ല വലിപ്പത്തിലൊക്കെ വന്നു. എല്ലാവരും അന്ന് പറഞ്ഞു, അയ്യോ ഇത്രയും വലിയ പശുവിന് ചെറിയ കുട്ടിയായി പോയി, നിങ്ങൾ വേറെ സെമൻ വെക്കണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്നാലും കുഴപ്പമില്ല. ഇപ്പോൾ അവൾ വലുതായപ്പോൾ ഒരുപാട് വ്യത്യാസം വന്നു. നല്ല പശുക്കുട്ടിയായിട്ട് തന്നെ വളരുന്നുണ്ട്. അപ്പോൾ അസുഖങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ നമ്മൾ പശുക്കൾക്കൊക്കെ ഹോമിയോ മരുന്നുകളാണ് കൊടുക്കുന്നത്. ഇംഗ്ലീഷ് മരുന്ന് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ വളരെ അപൂർവമായിട്ട് നമ്മൾ പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ എടുക്കുന്നല്ലാതെ ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കണില്ല. ഹോമിയോ മരുന്ന് തന്നെയാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ദേവുട്ടിയുടെ 3ാമത്തെ പ്രസവമാണ് കേട്ടോ കഴിഞ്ഞത്. ദേവുട്ടിക്ക് അത് നല്ല പാലൊക്കെ കിട്ടി നമുക്ക്. ദേവുട്ടിയുടെ മോളും അത് ഒരു കുഞ്ഞിപ്പെണ്ണ് ആയിരുന്നു. ഒരു ബ്രൗൺ കളറും വെള്ളയായിരുന്നു പ്രസവിച്ചപ്പോൾ. ഇപ്പോൾ അവൾ വലുതായിട്ട് ശരിക്കും അമ്മയുടെ പോലെ തന്നെ കറുപ്പും വെള്ളയായിട്ട് മാറി. ശരിക്കും ഒരു ജേഴ്സി കുട്ടിയായിട്ട് വന്നേക്കാണ്. നല്ല പോലെ തിന്നും. നമ്മൾ പുഷ്ടിമ എന്ന് പറഞ്ഞാൽ തീറ്റയാണ് 3 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് കൊടുക്കുക. 5 മാസമായിട്ടേ ഉള്ളൂ. വളരെ വ്യത്യാസം വന്നു. അവൾ ചെറുതിലേക്കാളും നല്ല വലിയ കുട്ടിയായിട്ടുണ്ട്. കായത്തൊലിയും പുല്ലും വൈക്കോലും പുഷ്ടിമയും ഒക്കെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളെ എപ്പോഴും പശുക്കുട്ടികളെ കൊടുക്കാറില്ല. നമ്മൾ തന്നെ വളർത്തി വലുതാക്കി പ്രസവിപ്പിക്കാറുള്ളത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല പോലെ പാലും തീറ്റയൊക്കെ കൊടുത്ത് അവർക്ക് എന്തൊക്കെ വളരാൻ ആവശ്യമുണ്ടോ അതൊക്കെ ഡോക്ടേഴ്സിനോട് ചോദിച്ച് നമ്മൾ അവർക്ക് വേണ്ടി എല്ലാം ചെയ്യാറുണ്ട്. അപ്പം എല്ലാവരും അഴിച്ച് കെട്ടാനായിട്ട് നമുക്ക് കുറച്ച് സ്ഥല സൗകര്യക്കുറവുണ്ട്. എന്നാൽ അനിയൻ്റെ വീടൊക്കെയാണ് തൊട്ടപ്പുറത്ത്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. വേറെ ആൾക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സമ്മതിക്കില്ല. അതിപ്പോൾ നമ്മുടെ ചേട്ടൻ്റെ അനിയൻ്റെയും വീടൊക്കെ തൊട്ടപ്പുറത്തുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൊണ്ടുവന്ന് കെട്ടാനൊക്കെ പറ്റുന്നുണ്ട്. ഇതാണ് കുഞ്ഞോള്. കുഞ്ഞോളുടെയും 3ാമത്തെ പ്രസവമാണ് കഴിഞ്ഞത്. അപ്പോൾ കുത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ HF സെമൻ തന്നെ വെച്ചേക്കുന്നത്, അല്ലാണ്ട് വില കൂടിയ ബാംഗ്ലൂർ സെമനൊന്നും വയ്ക്കാൻ പോയില്ലെന്നത് കുത്തി വയ്ക്കുന്ന ആൾ പറയുന്നത് പ്രസവ സമയത്ത് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സാധാരണ എന്തായാലും 10 ലിറ്റർ മീതെ പാലൊക്കെ നമ്മുടെ അടുത്ത എല്ലാ കുട്ടികൾക്കും കിട്ടാറുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വല്ലാത്ത സന്തോഷമായി അഴിച്ച് കെട്ടിയോട് കൂടിയിട്ട്
തുള്ളിച്ചാട്ടം ഏറ്റവും കൂടുതൽ കുഞ്ഞോളാണ് ഉണ്ടാക്കിയത്. അവള് ചാടി ചാടി നിൽക്കുകയാണ്. അപ്പോൾ കുഞ്ഞോളുടെ മോനെ അഴിച്ച് ഞാൻ കൂടെ കൊണ്ടുവരാൻ നോക്കിയപ്പോൾ അവനെ ഒരു പ്രാവശ്യം സുന്ദരനെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. സുന്ദരനെ കൊടുത്തു വിട്ടിട്ട് ഇവള് ചുരത്താണ്ട് തിരിച്ചു കൊണ്ടുവരികയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ ആ പോർഷനിൽ നിന്ന് ഇറങ്ങാൻ സമ്മതിക്കില്ല. തൊഴുത്തിൻ്റെ അവിടെ നിന്ന് തിരിച്ചു അവൻ്റെ വിചാരം വീണ്ടും വണ്ടിയിൽ കയറ്റി കൊണ്ടുപോകുന്നു വിചാരിച്ചിട്ട് അവൻ വരുന്നില്ല. കിങ്ങിണി മോളെയും അഴിച്ചു കെട്ടി. കിങ്ങിണി മോളും ഒക്കെ ഉണ്ട്. വലിയോളും കിങ്ങിണി മോളും കൂടിയിട്ട് വഴക്ക് കൂടുകയാണ്. അപ്പോഴേക്കും കുത്തൂടലായി. അപ്പോൾ ഇനി 2-3 പേരും കൂടി അഴിച്ചു കെട്ടാനുണ്ട്. അപ്പോൾ അവരുടെ വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അല്ലെങ്കിൽ ഇനിയും ഒരുപാട് നീളമുള്ള വീഡിയോ ആയി മാറും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.